ചൂരന്മര സംഭവത്തിലെ ആ വീട്ടിലുണ്ടായ വിള്ളൽ, ആ വിള്ളൽ അത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല, ഏറ്റവും ഗൗരവപരമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ റവന്യൂ മന്ത്രി അവിടെ പോയി ഒന്ന് ഉരച്ചു നോക്കിയാൽ ആ വിള്ളൽ പോകുന്ന ഒരു കാര്യമല്ല. ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ സമരം ചെയ്യുന്നത് പോലെ തന്നെ, നമ്മൾ പ്രസംഗങ്ങൾ നടത്തുന്നത് പോലെ തന്നെ, നമ്മൾ പ്രതികരിക്കുന്നത് പോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സൈലന്റ് ആയി ഇരിക്കേണ്ട സമയത്ത് സൈലന്റ് ആകുക എന്നുള്ളത് കൂടി. അപ്പം ഞാനൊക്കെ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തീർച്ചയായും ആ ഒരു ലെവലിലുള്ളവർ, ആ ഒരു തലത്തിലുള്ളവർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മഹിളാ കോൺഗ്രസ് അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ല. കോൺഗ്രസ് ഈ തിരക്കിട്ട് മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നു. അപ്പൊ ഇന്നലെ കെ സുധാകരൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. കെ സി മുഖ്യമന്ത്രി എന്ന അഭിപ്രായം അറിയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനമാണ് ഈ ഫലം വരുന്നതിന് മുമ്പുള്ള ഈ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനമാണ്. അല്ല, ഇതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. UDF ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഉറച്ച ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിലും എല്ലാവർക്കിടയിലും മീഡിയയ്ക്കിടയിലും എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു കാര്യം. മറ്റെല്ലാ കാര്യങ്ങളും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആരും, ഞാനുൾപ്പെടെ, ഞാനിപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, രാജ്യസഭ MP ആണ്. എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഇതിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഇതിൽ പ്രതികരിക്കുക എന്നുള്ളത്. നമ്മൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇടപെടേണ്ട സമയത്ത് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ അതിൻ്റെ ആ തലത്തിലുള്ളവർ കൂടി അതിൽ ഉചിതമായൊരു തീരുമാനമെടുക്കും. ബാക്കി എല്ലാവരും കയറി നമ്മൾ വെളിച്ചപ്പാടാകേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഒരു അനൈക്യവും ഇല്ലല്ലോ. ഇത് അനൈക്യം എവിടെ? ഐക്യത്തോടു കൂടിയല്ലേ. കോൺഗ്രസ് മാത്രമല്ല, UDFും എത്ര ഐക്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. ഇലക്ഷൻ വിജയിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക്, വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലൊക്കെ എത്തിച്ചത് എല്ലാ നേതാക്കന്മാരും UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് അത് യാഥാർത്ഥ്യമാകും. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും UDFിന്റെ സർക്കാരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു നേതാവിലേക്ക് പേരെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ പേരല്ല ഈ പറയുന്ന ആരും പറയുന്നത്. പല പല പേരുകൾ പല പല സ്ഥലത്തായി പല പല സമയത്ത് ഉന്നയിക്കപ്പെടുകയാണ്. ഇത് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്നത് UDFിനെയാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ആ ഒരു വിശ്വാസത്തിലുള്ള ഒരു വെല്ലുവിളിയല്ല. കാരണം ഇങ്ങനെ ഓരോ നേരത്തും ഓരോ നേതാക്കളുടെ പേരുകൾ അത് പറയുന്നത് സാധാരണ പ്രവർത്തകരല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അല്ല, കോൺഗ്രസിന്റെ ഒരു രീതി എപ്പോഴും എന്താണ്, കോൺഗ്രസ് നേരത്തെ തന്നെ ആരെയും പ്രൊജക്റ്റ് ചെയ്ത് ഇതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന രീതി ഇല്ലല്ലോ. അതെല്ലാവരും ക്ലാരിഫൈ ചെയ്ത കാര്യമാണ്. എല്ലാ നേതാക്കന്മാരും ക്ലാരിഫൈ ചെയ്ത ഇലക്ഷൻ സമയത്തെ, അല്ലാതെ ഇപ്പോഴല്ല, ഇലക്ഷൻ സമയത്തെ എല്ലാവരും ക്ലാരിഫൈ ചെയ്ത കാര്യമാണ്. കോൺഗ്രസിന്റെ ഒരു ആക്സെപ്റ്റഡ് പ്രാക്ടീസ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നു കഴിഞ്ഞ് അത് ചർച്ച ചെയ്യേണ്ടവർ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തും. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ചൂരന്മര സംഭവത്തിലെ ആ വീട്ടിലുണ്ടായ വിള്ളൽ, ആ വിള്ളൽ അത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല, ഏറ്റവും ഗൗരവപരമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ റവന്യൂ മന്ത്രി അവിടെ പോയി ഒന്ന് ഉരച്ചു നോക്കിയാൽ ആ വിള്ളൽ പോകുന്ന ഒരു കാര്യമല്ല. ഇത്ര ഊരാലുങ്കലിലെ പറയുന്ന തുക കൊടുത്താണ് അവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ആ തുക കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബേസിക് സ്റ്റാൻഡേർഡ് പോലും ഉറപ്പാക്കാൻ ഈ ഗവൺമെന്റിന്, ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് കേരളത്തിലുള്ള ഏതെങ്കിലും ഏജൻസി അല്ല, മറിച്ച് കേരളത്തിൽ പുറത്തുള്ള IIT മദ്രാസ് പോലെയുള്ള ഏറ്റവും ഒരു എക്സ്പേർട്ട് ഏജൻസിയെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ വിള്ളൽ പരിശോധിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വാസയോഗ്യമാണെന്നും, അതായത് ഭൂകമ്പം പോലും ഉണ്ടായാൽ ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള വീടുകളാണ് പണിയാൻ പോകുന്നത് എന്നൊക്കെയുള്ള അവകാശവാദമൊക്കെ ഉന്നയിച്ചവർ ഇപ്പോൾ താമസിക്കുന്നതിന് മുൻപ് തന്നെ വിള്ളൽ വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് അത്യന്തം ഗൗരവപരമാണ്. അത് ചെറുതായി കാണാൻ സാധിക്കില്ല. അതേപോലെ നിതിൻ രാജിൻ്റെ കുടുംബത്തിന്
ഉണ്ടായിരിക്കുന്ന ആ ഒരു നഷ്ടം നികത്തുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ആരൊക്കെയാണ് ഉത്തരവാദികൾ, അധ്യാപകർക്കെതിരെ ഇപ്പോഴും റാം എന്ന് പറയുന്ന അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും അതൊരു വീഴ്ചയാണ്. ഞാൻ ആ കുടുംബത്തെ പോയി കണ്ടതാണ്, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതാണ്. ആ അമ്മയും അച്ഛനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ആ സിസ്റ്റേഴ്സ് പറഞ്ഞതും ഒക്കെ ഈ നിതിൻ രാജ് നേരിടേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. അതോടൊപ്പം ഈ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഭീകരമായ സംഭവം കേരളത്തിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കുമ്പോൾ, മെൻ്റൽ പ്രഷറിലാക്കുമ്പോൾ, മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി ഇപ്പോൾ കാണാതായിരിക്കുന്നൊക്കെ സാഹചര്യത്തിൽ അതേക്കുറിച്ചും വളരെ ഗൗരവമായ ഒരു സമീപനം കൈക്കൊള്ളണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ദുരന്തത്തിൽ മരിച്ച ആ പാങ്ങിലെ അധ്യാപകർക്ക്, അവരുടെ കുടുംബത്തിനും ആശ്വാസം, ഒരു കോമ്പൻസേഷൻ നൽകണം. ആ സ്കൂളിൽ ഒരു അനാഥമായ അവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് അവിടേക്കും ഇനി അധ്യാപകരെയൊക്കെ നിയമിച്ച് ആ സ്കൂളിനും വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കണം. അല്ല, സീറ്റ് കിട്ടാത്തവർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതൊരു ശരിയായ രീതിയല്ലല്ലോ. സീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റികളൊക്കെ സീറ്റ് തീരുമാനിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരവരുടെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നത് അത് അവജ്ഞതയോടെ തള്ളുകയാണ്.